തിരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ സ്ഥാനാർത്ഥികൾ ചെയ്യാറുണ്ട്. അവർ കൊണ്ടുവന്ന വികസനത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എതിർകക്ഷിയിൽ നിൽക്കുന്നവരാണെങ്കിൽ വികസനമൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാറുണ്ട്. എന്നാൽ BJPയുടെ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയായ B. ഗോപാലകൃഷ്ണൻ നടത്തിയത് മറ്റ് കളികളാണ്. എന്താണെന്നല്ലേ? നല്ല ഒന്നാന്തരമായിട്ട് വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ച് അതിലൂടെ വോട്ട് നേടാനാണ് B. ഗോപാലകൃഷ്ണൻ നടത്തിയ ശ്രമം. എങ്ങനെയാണ് നടത്തിയത്? അയാൾ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞത് ഇങ്ങനെയാണ്: ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷമോ വലതുപക്ഷമോ നിർത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഗുരുവായൂരിലൊരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല. അത് ഭയങ്കര മോശമാണ്. കാരണം ഗുരുവായൂർ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു കേന്ദ്രമാണ്. അല്ലെങ്കിൽ ആ അമ്പലം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ വരുന്നൊരു സ്ഥലമാണ്. അവരുടെ ഒരു ആരാധന കേന്ദ്രമാണ്. അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്താത്തത് ഇടത് വലത് പാർട്ടികളുടെ അജണ്ടയാണെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. അതായത് ഒരു ഹിന്ദു ആയിട്ടുള്ള MLA ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുവായൂരിൽ, ഹിന്ദുക്കളുടെ അമ്പലമായ ഗുരുവായൂരിൽ എന്തെങ്കിലും നടക്കൂ എന്നാണ് അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കടുത്ത വർഗീയതയാണ്. ഇതിലൂടെ വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് ഗോപാലകൃഷ്ണൻ ശ്രമം നടത്തിയത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അമ്പലത്തിലെ പൂജാരിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പല്ല. ഇത് ഒരു പ്രതിനിധിയെ, ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ്. അവിടെ നമ്മൾ നോക്കേണ്ടത് തിരഞ്ഞെടുക്കുന്ന ആളുടെ മതമല്ല, തിരഞ്ഞെടുക്കപ്പെട്ടയാൾ ആ നാടിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്നാണ് നോക്കേണ്ടത്. ഗുരുവായൂരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വികസനത്തിനെല്ലാം കാരണം അവിടെ ഭരിച്ചിരുന്ന ഇടത് വലത് MLA തന്നെയാണ്. അതിന് അവരുടെ ഒരു മതം ഒരിക്കലും തടസ്സമായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇനി ഗുരുവായൂർ എന്ന് പറയുന്നത് ഒരിക്കലും ഗുരുവായൂർ അമ്പലം ഉള്ള ആ സ്ഥലം മാത്രമല്ല. ഒരുപാട് മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തുകളും കൂടിയുള്ള ഒരു സ്ഥലമാണ്. അതിൽ ചില മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണെങ്കിൽ ചില ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം മുസ്ലിമുകളാണ്. ഇവരെല്ലാം കൂടി മതേതരമായി നിന്നു പോകുന്നൊരു സ്ഥലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ മതം പറഞ്ഞ് അതിലൂടെ വർഗീയത പരത്തി വോട്ട് നേടാനാണ് ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ ശ്രമിക്കുന്നത്. എന്നിട്ട് BJP നേതൃത്വം ഇതിനെ എതിർത്ത് പറഞ്ഞോ? ഇല്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്താണ്? ഗോപാലകൃഷ്ണൻ ഒരു തരത്തിലുള്ള വർഗീയതയും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വലിയ തമാശകളാണ്. മക്കയ്ക്കടുത്ത് ഒരു ഹിന്ദു പ്രതിനിധി ഉണ്ടാവുമോ? അല്ലെങ്കിൽ വത്തിക്കാനിൽ പോപ്പായിട്ട് ഏതെങ്കിലും മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകളെ നിയമിക്കുമോ എന്നൊക്കെയുള്ള ബാലിശമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇവർ മനസ്സിലാക്കേണ്ട പ്രധാന കാരണം ഗുരുവായൂർ അമ്പലത്തിലല്ല ഒരു അന്യമതസ്ഥനായ ആളെ തിരഞ്ഞെടുക്കാനായി നിർത്തുന്നത്, ഗുരുവായൂർ എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. അവിടെ പല മതത്തിലുള്ള പല ജീവിതങ്ങൾ ജീവിക്കുന്ന മനുഷ്യരെല്ലാം ഉണ്ട്. അവരുടെ ജനപ്രതിനിധിയായിട്ടാണ് ഇവരെല്ലാം നിർത്തുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും ശരിയാകും. ഗുരുവായൂർ അമ്പലത്തിൽ അന്യമതസ്ഥനെ പൂജാരിയായി കയറ്റിയാൽ. ഇതാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നിലേക്ക് വച്ചിരിക്കുന്ന ലോജിക്കിനുള്ള ഉത്തരം. ഈ തന്ത്രം BJP പലപ്പോഴും നോർത്തിൽ പയറ്റി വിജയിച്ചതാണ്. മറ്റു കാര്യങ്ങളൊന്നും പറയാതെ, ജനങ്ങളുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കൊണ്ടുവരാതെ മതവും വർഗീയതയും വിദ്വേഷവും പരത്തി വിജയിച്ച സ്ഥലങ്ങൾ നോർത്തിലുണ്ട്. പക്ഷേ ഇത് കേരളമാണ്. മതേതരത്തിന് പേര് കേട്ട സ്ഥലമാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് തന്നെയാണ് വിശ്വാസം, എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും.